നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലെബനനും ഇസ്രയേലും തമ്മിൽ 10 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ ഹിസ്ബുള്ള ക്യാമ്പുകളിൽ ആവേശം. കിട്ടിയ ഗ്യാപ്പിൽ ശക്തരാകാൻ ആയുധം സ്വരുക്കൂട്ടാൻ ഭീകര കൂട്ടത്തിന്റെ പദ്ധതി. ഇറാന്റെ പ്രോക്സികളിൽ ഏറ്റവും വെറി പിടിച്ച സംഘമാണ് ഹിസ്ബുള്ള. 10 ദിവസത്തെ ഇടവേളയിൽ പ്രോക്സിയെ ഉടച്ചുവാർക്കാൻ IRGC മനക്കോട്ട കെട്ടുന്നു. സിറിയ വഴി ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ആയുധവും അതിമാരക ബോംബുകളും എത്തിക്കാനാണ് റവല്യൂഷണറി ഗാർഡ് ഉന്നത നേതൃത്വം ശ്രമിക്കുന്നത്. എന്നാൽ ഹിസ്ബുള്ള ഇറാൻ സംഘത്തിന്റെ ഒരു കണക്കുകൂട്ടലും നടക്കാൻ പോകുന്നില്ല. ഒന്നും കാണാതെ ബെഞ്ചമിൻ നെതന്യാഹു വെടിനിർത്തലിന് സമ്മതം മൂളില്ല. സിറിയൻ അതിർത്തിയോട് ചേർന്ന ഗോലാൻ കുന്നുകളിൽ ഇസ്രയേൽ സൈനികരെ വിന്യസിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ബെയ്റൂത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിലും സൈനിക വിന്യാസം നടപ്പാക്കി കഴിഞ്ഞു. പോർ വിമാനങ്ങളും നിരീക്ഷണ വിമാനങ്ങളും ശക്തമാക്കി ഈ മേഖലയിലേക്ക് എത്തിച്ചു. ഒപ്പം ലെബനനിലെ മൊസാദ് ചാരന്മാരെയും സജ്ജരാക്കി കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഹിസ്ബുള്ളയുടെ തല പോയിന്റ് ബ്ലാങ്കിൽ നിർത്തിയാണ് ഇസ്രയേൽ വെടിനിർത്തലിന് പ്രഖ്യാപനം മൂളിയത്. 1 ഇഞ്ച് അനങ്ങിയാൽ തല ചിതറും. സിറിയ വഴി ലെബനനിലേക്ക് കടക്കാൻ IRGC ശ്രമിച്ചാൽ അവിടിട്ട് പൊട്ടിക്കുമെന്ന്. ഇസ്രയേലുമായി ലെബനൻ സർക്കാർ ഇനി ചർച്ച നടത്തരുതെന്നൊക്കെ വെച്ചലക്കിയെങ്കിലും ഒരു വെടിനിർത്തലിന് കെഞ്ചുന്ന ഗതിയിലേക്ക് ഹിസ്ബുള്ള എത്തിയിരുന്നു. കാരണം ടണലുകളിലിട്ട് ആയിരക്കണക്കിന് ഭീകരരെയാണ് ഇസ്രയേൽ സേന വധിച്ചത്. ഇസ്രയേൽ ആക്രമണം അതിരൂക്ഷമായതോടെ ലെബനൻ കത്തിയമരുന്ന ഘട്ടം എത്തിയപ്പോഴാണ് സർക്കാർ ട്രംപുമായി സംസാരിച്ചതും ഇസ്രയേലുമായി ചർച്ചയ്ക്ക് വഴിയൊരുങ്ങിയതും. ഹിസ്ബുള്ള ഭീകര സംഘത്തിനെതിരെ ലെബനൻ സർക്കാരിന്റെ പിന്തുണയോടെ ഇസ്രയേൽ അമേരിക്ക ഒന്നിച്ചു നീങ്ങുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഇസ്രയേലുമായുള്ള താൽക്കാലിക വെടിനിർത്തൽ കരാറിനെ ലെബനീസ് പ്രധാനമന്ത്രി നവാഫ് സലാം സ്വാഗതം ചെയ്തു. യുദ്ധം തുടങ്ങിയ കാലം മുതൽ ലെബനൻ ഇത്തരമൊരു കരാർ ആവശ്യപ്പെടുന്നുണ്ട്. വെടിനിർത്തൽ നടപ്പിലാകുന്നതോടെ യുദ്ധത്തെ തുടർന്ന് വീടുകളിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നവർക്ക് സുരക്ഷിതമായി തിരിച്ചെത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സലാം പ്രതികരിച്ചു. ലെബനനിൽ 1 മാസമായി തുടരുന്ന നാശോന്മുഖമായ യുദ്ധത്തിന് ആദ്യമായി ഒരിടവേള ലഭിക്കുകയാണ്. 1983 ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റവും ഉന്നതതല ചർച്ചകൾക്ക് ഇത് വഴിയൊരുക്കുമെന്നാണ് കരുതപ്പെടുന്നത്. വരും ദിവസങ്ങളിലും ചർച്ചകൾ പുരോഗമിക്കും. ഈ 10 ദിവസത്തെ കാലയളവിനെ നയതന്ത്രത്തിന്റെ ഒരു സ്ട്രെസ് ടെസ്റ്റ് അഥവാ സമാധാനത്തിനായുള്ള അഗ്നി പരീക്ഷയായാണ് നിരീക്ഷകർ കാണുന്നത്. സങ്കീർണമായ ഈ തർക്കത്തിൽ ഒരു സ്ഥിരമായ വെടിനിർത്തൽ ആദ്യ ഘട്ടത്തിൽ തന്നെ അസാധ്യമായതിനാൽ ഈ 240 മണിക്കൂറിനെ ഒരു കൂളിംഗ് ഓഫ് കാലയളവായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. വലിയ വിട്ടുവീഴ്ചകൾ ചെയ്യാതെ തന്നെ ഇരുപക്ഷത്തിനും പരസ്പരം വിശ്വസിക്കാൻ കഴിയുമോ എന്ന് പരീക്ഷിക്കാനുള്ള മാർഗം. ലെബനൻ സർക്കാരിന് ഹിസ്ബുള്ളയുടെ മുൻകാല ആധിപത്യ മേഖലകളിൽ നിയന്ത്രണം ഉറപ്പിക്കാനുള്ള സാവകാശം കൂടി ഇതോടെ ലഭിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇസ്രയേൽ പ്രതിരോധ സേനയെ സംബന്ധിച്ചിടത്തോളം അതിർത്തി പ്രദേശങ്ങളിൽ വീണ്ടും സൈനിക വിന്യാസം നടത്താനും രഹസ്യാന്വേഷണ വിവരങ്ങൾ വിലയിരുത്താനും ഈ ഇടവേള സഹായിക്കും. മറുഭാഗത്ത് ലെബനന് തങ്ങളുടെ പരമാധികാരം തെളിയിക്കാനുള്ള ഒരു നിർണായക അവസരവും. മിസൈൽ ആക്രമണങ്ങളോ വെടിവെപ്പോ ഇല്ലാതെ ഈ 10 ദിവസം കടന്നു പോകുകയാണെങ്കിൽ ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള സായുധ സംഘങ്ങളെ നിരായുധരാക്കാൻ ലെബനൻ സർക്കാരിന് അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ രാഷ്ട്രീയ പിന്തുണ ലഭിക്കും. ട്രംപ് ഭരണകൂടം നടപ്പിലാക്കുന്ന സമ്മർദ്ദ നയത്തിന്റെ ഭാഗമായാണ് ഈ നീക്കത്തെ കണക്കാക്കപ്പെടുന്നത്. ഇറാനുമായുള്ള സംഘർഷത്തിൽ നിന്ന് ലെബനനിലെ യുദ്ധം വേർപെടുത്തുക എന്ന തന്ത്രപ്രധാനമായ നീക്കവും ഇതിന് പിന്നിലുണ്ട്. എന്നാൽ ഈ വെടിനിർത്തൽ കരാറിന് വലിയ വെല്ലുവിളികളും ഉയരുന്നുണ്ട്. കരാറിൽ ഹിസ്ബുള്ള ഔദ്യോഗികമായി ഭാഗമായിട്ടില്ല എന്നത് വലിയൊരു ഭീഷണിയാണ്. സൈനികമായി വീണ്ടും സംഘടിക്കാനും ആയുധങ്ങൾ സംഭരിക്കാനും ഹിസ്ബുള്ള ഇത്തരം ചെറിയ ഇടവേളകൾ ഉപയോഗിക്കാറുണ്ട് എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. കൃത്യമായ ഒരു നിരീക്ഷണ സംവിധാനത്തിന്റെ അഭാവത്തിൽ ഒരു ചെറിയ റോക്കറ്റ് ആക്രമണമോ ഡ്രോൺ നീക്കമോ പോലും ഈ കരാറിനെ തകർക്കും. ജനവാസ മേഖലകളിൽ നിന്നുള്ള പലായനമാണ് മറ്റൊരു പ്രതിസന്ധി. ഏതാണ്ട് 1 ലക്ഷത്തോളം ഇസ്രയേലികളും ലക്ഷക്കണക്കിന് ലെബനൻ പൗരന്മാരും ഭവനരഹിതരായിട്ടുണ്ട്. ഈ 10 ദിവസത്തെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ സുരക്ഷിതമായ ഒരു മടക്കം അസാധ്യമാണ്. 11ാം ദിവസം വെടിനിർത്തൽ അവസാനിക്കുകയാണെങ്കിൽ മടങ്ങിയെത്തിയ സാധാരണക്കാർ വീണ്ടും യുദ്ധമുഖത്തകപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ്. അതായത് ഈ വെടിനിർത്തൽ ഒരു ശാശ്വതമല്ല എന്ന്. ഈ 10 ദിവസത്തിനിടെ ഹിസ്ബുള്ള ഇറാൻ ചേർന്ന് കൈവിട്ട കളി കളിച്ചാൽ ഇസ്രയേൽ കയറി തീതുപ്പും.
അഗ്നികുണ്ഡത്തിന് നടുക്കാണ് വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. ഈ കരാറിന് പിന്നിൽ ശക്തമായ അമേരിക്കൻ ഇടപെടലാണ് നിർണായകമായത്. ഡൊണാൾഡ് ട്രംപ് നയിച്ച അടിയന്തര ചർച്ചകളുടെ ശേഷമാണ് കരാർ അന്തിമമായത്. വൈറ്റ് ഹൗസ് നൽകിയ വിവരമനുസരിച്ച് ട്രംപ് നേരിട്ട് ജോസഫ് ഔനുമായി സംസാരിച്ചിരുന്നു. കൂടാതെ ബെഞ്ചമിൻ നെതന്യാഹുവുമായി 2 തവണ കൂടിക്കാഴ്ചയും ഫോൺ സംഭാഷണവും നടത്തി. ചർച്ചകൾ നടക്കുമ്പോഴും തെക്കൻ ലെബനനിൽ പോരാട്ടം തുടരുകയായിരുന്നു. അമേരിക്ക ഈ 10 ദിവസത്തെ ഇടവേളയെ സ്ഥിരമായ സമാധാനത്തിലേക്കുള്ള ആദ്യ പടിയായിട്ടാണ് കാണുന്നത്. അതിർത്തി നിർണയം, സുരക്ഷാ ക്രമീകരണങ്ങൾ, മേഖലാ സ്ഥിരത തുടങ്ങിയ വിഷയങ്ങളിൽ ഇനി കൂടുതൽ ചർച്ചകൾ നടത്താനാണ് നീക്കം നടക്കുന്നത്. വെടിനിർത്തലിന്റെ അടിസ്ഥാന വ്യവസ്ഥ ഇരു രാജ്യങ്ങളും ആക്രമണ സ്വഭാവമുള്ള എല്ലാ സൈനിക നടപടികളും നിർത്തിവെക്കുക എന്നതാണ്. വ്യോമാക്രമണം, ആർട്ടിലറി ഷെല്ലിംഗ്, റോക്കറ്റ് പ്രഹരം, അതിർത്തി കയറി ചെല്ലൽ തുടങ്ങിയവ എല്ലാം തന്നെ അവസാനിപ്പിക്കണം. എന്നാൽ ഒരു പ്രധാന വ്യവസ്ഥയുമുണ്ട്. അടിയന്തര ഭീഷണി ഉണ്ടെങ്കിൽ സ്വയം പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ ഇസ്രയേലിന് അവകാശമുണ്ടെന്ന് കരാറിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഇതോടൊപ്പം ലെബനൻ സർക്കാരിനും വലിയ ഉത്തരവാദിത്തം നൽകിയിരിക്കുകയാണ് അമേരിക്ക. സ്വന്തം മണ്ണിൽ പ്രവർത്തിക്കുന്ന സായുധ സംഘങ്ങൾ ആക്രമണം നടത്താതിരിക്കാനുള്ള നടപടികൾ ലെബനൻ സ്വീകരിക്കണമെന്ന്. ഇതിൽ പ്രധാനമായും ഹിസ്ബുള്ള ഉൾപ്പെടുന്നു. അതായത് ഹിസ്ബുള്ളയെ ലെബനൻ സർക്കാർ ഇല്ലാതാക്കാനുള്ള നീക്കത്തിലേക്ക് കടക്കണമെന്ന്. അമേരിക്കൻ നിലപാട് വ്യക്തമാക്കുന്നത് ലെബനന്റെ പരമാധികാരവും ദേശീയ സുരക്ഷയും സംരക്ഷിക്കേണ്ടത് ലെബനൻ സർക്കാരും അതിന്റെ സേനയുമാണെന്നതാണ്, മറ്റ് സായുധ ഗ്രൂപ്പുകളോ വിദേശ ശക്തികളോ അല്ല എന്ന്. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടെ ബെയ്റൂട്ട് നഗരത്തിലെ ചില ഭാഗങ്ങളിൽ ഇപ്പോൾ ആഘോഷം നടക്കുന്നുണ്ട്. കുറെ ദിവസങ്ങളായി ഭയത്തിലും അനിശ്ചിതത്വത്തിലും കഴിയുന്ന ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ചില സ്ഥലങ്ങളിൽ ആഘോഷ വെടിവെപ്പും പടക്ക ശബ്ദവുമൊക്കെ കേട്ടതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. വെടിനിർത്തൽ ഉണ്ടായെങ്കിലും പ്രധാന പ്രശ്നങ്ങൾ ഒന്നും തന്നെ അവസാനിച്ചിട്ടില്ല. തെക്കൻ ലെബനനിലെ ചില തന്ത്രപ്രധാന മേഖലകളിൽ നിന്ന് സൈന്യം ഉടൻ പിൻവാങ്ങില്ലെന്ന് ഇസ്രയേൽ വ്യക്തമാക്കി. ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് വെടിനിർത്തൽ നയതന്ത്ര അവസരമാണെങ്കിലും അതിർത്തിക്ക് സമീപം ഹിസ്ബുള്ള സൈനിക ശക്തിയായി തുടരുന്നത് ഇസ്രയേൽ അംഗീകരിക്കില്ല എന്നതാണ്. ലിറ്റാനി നദി വരെയുള്ള പ്രദേശങ്ങളിൽ സുരക്ഷാ മേഖലയായി നിയന്ത്രണം നിലനിർത്താൻ ആഗ്രഹമുണ്ടെന്ന സൂചനയും ഇസ്രയേൽ നൽകിയിട്ടുണ്ട്. ആഗ്രഹമെന്നല്ല, ഞങ്ങൾ അത് നടപ്പാക്കും എന്നാണ് ഇസ്രയേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് ലെബനൻ ശക്തമായി എതിർക്കുന്നുണ്ട്. സ്വന്തം ഭൂമിയിൽ പൂർണ്ണ നിയന്ത്രണം വീണ്ടെടുക്കണമെന്നും വിദേശ സൈനിക സാന്നിധ്യം അനുവദിക്കില്ല എന്നും ലെബനൻ പറയുന്നു. ഹിസ്ബുള്ളയും ഇതേ നിലപാടിലാണ്. ഈ യുദ്ധം വീണ്ടും വെളിപ്പെടുത്തിയത് ലെബനന്റെ ആഭ്യന്തര രാഷ്ട്രീയ സംഘർഷമാണ്. രാജ്യത്തിന്റെ ഔദ്യോഗിക സൈനിക ഘടനയ്ക്ക് പുറത്തായി വലിയ സായുധ ശക്തിയായി ഹിസ്ബുള്ള തുടരുന്നത് ഏറെക്കാലമായി വിവാദ വിഷയമാണ്. ഇക്കാലമത്രയും ഹിസ്ബുള്ളയെ ഇല്ലായ്മ ചെയ്യാൻ ലെബനൻ സർക്കാരിനോ ലെബനൻ സൈന്യത്തിനോ കഴിഞ്ഞിട്ടില്ല. അതായത് ഒരു വലിയ ശക്തിയായി ഹിസ്ബുള്ള മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെ അടിച്ച് തകർത്തിട്ടത് ഇസ്രയേലിന്റെ നീക്കങ്ങളാണ്. ഇതിനിടെ എത്ര കിട്ടിയാലും പഠിക്കില്ലെന്ന പോലെ ഹിസ്ബുള്ള ഹമാസ് കൊലവിളികൾ വീണ്ടും ശക്തമാകുകയാണ്. ഇസ്രയേൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് തങ്ങളെ പേടിച്ചിട്ടാണെന്നാണ് ഹിസ്ബുള്ളയുടെ വാദം. അടികൊണ്ട് ചത്ത് മലച്ചിട്ടും ഈ പൊട്ടന്മാരിപ്പോഴും അർണോൾഡ് കളിക്കുകയാണ്. ഇസ്രയേലും ലെബനനും തമ്മിൽ പ്രഖ്യാപിച്ച 10 ദിവസത്തെ വെടിനിർത്തലിന് പിന്നിൽ ഇറാന്റെ ശക്തമായ സമ്മർദ്ദമാണെന്നാണ് ലെബനൻ പാർലമെന്റ് അംഗം ഹുസൈൻ ഹാജ് ഹസൻ പറയുന്നത്. വെടിനിർത്തൽ ഇസ്രയേലിന്റെ സൈനിക പരിമിതികളെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് ഹമാസ് വക്താവ് ഹാസിം ഖാസിമും പ്രതികരിച്ചു. ഇസ്രയേലിന് മേൽ വെടിനിർത്തൽ അടിച്ചേൽപ്പിക്കുന്നതിലൂടെ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ ഇസ്രയേൽ പരാജയപ്പെട്ടുവെന്ന് ലെബനനിലെ ഇസ്ലാമിക പ്രതിരോധം ഒരിക്കൽ കൂടി തെളിയിച്ചതായി ഇയാൾ പ്രതികരിക്കുന്നു. ഇറാനിയൻ മാധ്യമമായ IRIB ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അമേരിക്ക ഇറാൻ യുദ്ധത്തിന് പിന്നാലെ ഇസ്രയേൽ ലെബനൻ അതിർത്തിയിൽ സംഘർഷം രൂക്ഷമായിരുന്നു. ഇസ്രയേൽ സൈന്യവും ഹിസ്ബുള്ളയും തമ്മിൽ നിരന്തരം ഏറ്റുമുട്ടലുകളായിരുന്നു. ലെബനനിലേക്ക് കടന്നു കയറി ഇസ്രയേൽ അതിമാരക ആക്രമണങ്ങളായിരുന്നു നടത്തിയത്. അതായത് ലെബനൻ ചുട്ടെരിക്കുന്ന സംഹാര താണ്ഡവം ഇസ്രയേൽ പുറത്തെടുത്തതോടെയാണ് ലെബനൻ സർക്കാർ പേടിച്ച് വിറച്ച് വെടിനിർത്തലിന് വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് മുൻപിൽ എത്തിയത്. തുടർന്ന് അമേരിക്ക ഇടപെട്ടുകൊണ്ടാണ് ഇസ്രയേലിനെ വെടിനിർത്തൽ കരാറിലേക്ക് എത്തിച്ചത്. എന്നാൽ ഈ 10 ദിവസവും ഇസ്രയേലിൻ്റെ കണ്ണും കാതും എല്ലാം ലെബനനിൽ തന്നെ ഉണ്ടാകും. ഹിസ്ബുള്ളയെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ IRGC തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അതിമാരക ആക്രമണങ്ങളായിരിക്കും ഇസ്രയേൽ പുറത്തെടുക്കാൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.